ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുനിത കിച്ചൻ ബ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് കമ്പിളി നാരങ്ങ കൊണ്ട് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു അച്ചാറിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്കെങ്കിലും ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഈ അച്ചാർ തയ്യാറാക്കാൻ വേണ്ടി ഞാൻ ഇവിടെ ഒരു കമ്പിളി നാരങ്ങ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഈ ഒരു ഭാഗം ഒന്ന് കട്ട് ചെയ്ത ശേഷം നീളത്തിനൊന്ന് വരഞ്ഞാണ് കൊടുക്കുന്നത്. എല്ലാ ഭാഗവും ഒന്ന് ഇതുപോലെ വരഞ്ഞു കൊടുക്കുകയാണ്. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാൻ പറ്റും. അപ്പോൾ കണ്ടത് അതിൻ്റെ തോട് മാറ്റിയ ശേഷം ഞാൻ ഇതുപോലെ ഒന്ന് ഇളക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനവിടെ ഇതൊന്ന് ഇളക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ചെറിയ ചെറിയ അല്ലികളാക്കി ഒന്ന് ഇളക്കിയെടുക്കാം. അപ്പോൾ അത് ഇതുപോലെ എളുപ്പത്തിൽ തന്നെ നമുക്ക് തോട് കളഞ്ഞ എളുപ്പത്തിന് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. ഇനി നമുക്കിതിനെ ചെറിയ ചെറിയ അല്ലികളായിട്ട് ഇളക്കിയെടുക്കാം. ആ ഒരു തൊലിയെല്ലാം ഒന്ന് മാറ്റിയ ശേഷം ഇതുപോലെ ഒന്ന് ഇളക്കിയെടുക്കണം കേട്ടോ. അപ്പം ഞാനവിടെ അച്ചാറിനുള്ള എല്ലാം ഒന്ന് ഇളക്കിയത് ഈ ഒരു പാത്രത്തിലേക്ക് ആക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഇളക്കിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ചോറിൻ്റെ ഒപ്പം വേറെ കറികളൊന്നും ഇല്ലെങ്കിലും വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ നല്ലൊരു അച്ചാറാണ്. നമ്മൾ നാരങ്ങ അച്ചാറും മാങ്ങ അച്ചാറൊക്കെ ഇടുന്നേക്കാളും നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു അച്ചാറാണ്. അപ്പോൾ ഞാനവിടെ എല്ലാം ഒന്ന് ഇളക്കിയതായി ഈ ഒരു പാത്രത്തിലേക്ക് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു അളവിൽ വേണം ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് കേട്ടോ. എല്ലാം ഫുള്ളും എടുത്തിട്ടില്ല, ഈ ഒരു 1/4 ഭാഗത്തോളം ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇനി അടുത്തത് അടുപ്പിലേക്ക് ഒരു മൺചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഇവിടെ കുറച്ച് വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കടുകും കറിവേപ്പില ഇട്ട് കൊടുക്കുക. അതൊന്ന് പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അതിനുശേഷം അതിൻ്റെ ഒരു പച്ച മണം ഒന്ന് മാറി കിട്ടുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റും കേട്ടോ. ഇനി ഈ ഒരു സമയമാകുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ഉലുവപ്പൊടിയും പിന്നെ ഒരു 1.5 സ്പൂൺ അളവിൽ മുളക് പൊടിയും 1 സ്പൂൺ അളവിൽ കായപ്പൊടിയും ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത ശേഷം ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കുറച്ച് വിനാഗിരിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 2-3 ചെറിയ കഷ്ണ അളവിൽ നമുക്ക് ശർക്കരയും കൂടി ചേർത്ത് കൊടുക്കുക. ആ ഒരു കടുപ്പൊന്ന് മാറി കിട്ടാൻ വേണ്ടിയാണ്. അതിനുശേഷം ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് തിളപ്പിച്ച് ഒരു കുറുക്കിയെടുക്കണം. കുറുകി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് നേരത്തെ നമുക്ക് ഇളക്കി വെച്ചിരിക്കുന്ന ആ ഒരു കമ്പിളി നാരങ്ങ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പം നമ്മുടെ നാട്ടിലൊക്കെ കമ്പിളി നാരങ്ങ എന്നാണ് പറയുന്നത്, പലയിടത്തും പല പേരിലാണ് അറിയപ്പെടുന്നത്. ഇനി ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കൊരു 5 മിനിറ്റ് അതിനെ ഒന്ന് ചൂടാക്കിയെടുക്കാം കേട്ടോ. അങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ കമ്പിളി നാരങ്ങ കൊണ്ടുള്ള അച്ചാർ ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇതെല്ലാവരും ഒരിക്കലെങ്കിലും തയ്യാറാക്കി നോക്കണം. നമുക്ക് ചോറിൻ്റെ ഒപ്പമൊക്കെ കഴിക്കാൻ പറ്റിയ അടിപൊളി അച്ചാറാണ്. വേറെ കറികളൊന്നും വേണ്ട കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.